ദേവു? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ പറയേ? നമ്മുടെ വിവാഹം നടക്കില്ല. നടക്കില്ലെന്നോ? നീ എന്താ ഈ പറയുന്നത്? സച്ചേട്ടന്റെ സമ്മതം ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല. സച്ചേട്ടൻ മാത്രല്ല, എന്റെ അമ്മയും അങ്ങനെ തന്നെയാ പറയുന്നത്. അല്ല, ഒന്നിച്ച് ജീവിക്കേണ്ടത് നമ്മളല്ലേ? തീരുമാനം എടുക്കേണ്ടത് നീയാ, അല്ലാതെ അവരൊന്നും അല്ല. ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കില്ല. ഞാൻ അരുണേട്ടനെ കല്യാണം കഴിക്കണമെങ്കിൽ എന്റെ കുടുംബത്തിന്റെ സമ്മതം വേണം. എന്റെ കുടുംബം എനിക്ക് വലുതാ. എന്റെ അമ്മ, ചേച്ചി, അനിയൻ, സച്ചേട്ടൻ എല്ലാവരും സമ്മതിച്ചാൽ മാത്രമേ ഈ കല്യാണം നടക്കൂ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കുടുംബം നോക്കുന്നത് സച്ചേട്ടനാ. സച്ചേട്ടന്റെ വാക്ക് ധിക്കരിച്ച് കല്യാണം നടത്തില്ലെന്നാ അമ്മ പറയുന്നത്. ഒരിക്കലും നമ്മുടെ വിവാഹത്തിന് സച്ചേട്ടൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിവാഹം നടക്കില്ല. നടക്കില്ലെന്നോ? അപ്പോ നമ്മുടെ സ്നേഹം, ഇഷ്ടം അതൊക്കെ മറന്നേക്ക്. നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം ഇങ്ങനെ ഒരു വാക്കിൽ അവസാനിപ്പിക്കാനാവോ നിനക്ക്? അവസാനിപ്പിക്കണം. അരുണേട്ടൻ എന്നെ ഓർത്ത് വിഷമിക്കരുത്. സന്തോഷത്തോടെ കഴിയണം. എന്റെ ചേച്ചിയും സച്ചേട്ടനും ഇപ്പൊ സന്തോഷത്തോടെയാ ജീവിക്കുന്നത്. നമ്മൾ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. അതുകൊണ്ട് എന്നെ മറന്നേക്ക്. ദേവു, എനിക്ക് നിന്നെ അങ്ങനെ മറക്കാൻ പറ്റില്ല. മറന്നേ പറ്റൂ. ഇനി എന്നെ കാണാൻ വരരുത്. എനിക്ക് ഫോൺ ചെയ്യരുത്. എല്ലാം അവസാനിപ്പിക്കാം. എന്റെ കയ്യിൽ നിന്ന് വിട്. നമ്മൾ കാരണം മറ്റാരുടെയും ജീവിതം നശിക്കരുത്. നിനക്ക് അങ്ങനെ എന്നെ മറക്കാൻ പറ്റുമോ? അല്ല, മോള് എപ്പോഴാ വന്നത്? മോള് വരുന്ന കാര്യം അരുൺ എന്നോട് പറഞ്ഞില്ലല്ലോ. പോവുകയാണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. നീ വാ, അമ്മയ്ക്ക് സംസാരിക്കാനുണ്ട്.